പ്രതിപക്ഷത്തിന്റെ കടുത്ത എതിർപ്പിനിടെ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും രൂപവും മാറുന്ന VBG റാംജി ബിൽ അവതരിപ്പിച്ചത്. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം സാക്ഷാത്കരിക്കാനാണ് ശ്രമമെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. വികസിത് ഭാരത് गारंटी फॉर रोजगार एंड आजीविका मिशन ग्रामीण VBG रामजी विकसित भारत जी राम जी बिल 2025 को सभा में पूरा स्थापित करने की अनुमति दी जाए. जी राम जी. ബില്ലിനെതിരെ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു. മഹാത്മാഗാന്ധിയുടെ രാമരാജ്യം രാഷ്ട്രീയ പദ്ധതിയല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. मेरा जो इस बिल पर ऑब्जेक्शन है सर, ये जो कानून है इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है. इसके साथ साथ केंद्र से इसके लिए जो पूंजी जाती है वो भी मांग पर आधारित होती है. यानी कि इस योजना के लिए जितने पैसे जहां भेजने हैं, कितने भेजने हैं, वह जमीनी परिस्थितियों पर आधारित होता है और मांग के आधार पर निर्धारित होता है. Mahatma Gandhi's vision of Ram Rajya was never a purely political program. It was a socio-economic blueprint rooted in the empowerment of villages, and his unwavering faith in Gram Swaraj was part of his vision of Ram Rajya. To remove the name Mahatma Gandhi is to strip the bill of its moral compass and its historical legitimacy, and then to have two languages in the title just to make the acronym Ji Ramji is not just a violation of Article 348 as pointed out in the previous discussion. പാർലമെന്റിന് പുറത്തും മഹാത്മാഗാന്ധിയുടെ ചിത്രമുയർത്തി പ്രതിപക്ഷം ബില്ലിനെതിരെ പ്രതിഷേധിച്ചു. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, വലിയ പ്രതിഷേധമാണല്ലോ പാർലമെന്റിൽ കണ്ടത്. വിവരങ്ങൾ ബൽറാം. ഉന്മേഷ സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിനാണ് സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. ഈ ഒരു ബില്ല്, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്തുകൊണ്ട് ജി റാം ജി ബില്ല് അവതരിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടിന് തൊട്ട് പിന്നാലെ തന്നെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ബില്ല് ഇന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അവതരിപ്പിച്ച വേളയിൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നു. എന്നാൽ അദ്ദേഹം ബില്ലിന്റെ ടൈറ്റിൽ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ബില്ല് അവതരണത്തെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരികയായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഈ ബില്ലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഈ ബില്ല് അവതരണത്തെ എതിർക്കുന്നുവെന്ന് പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കുകയും കഴിഞ്ഞ 20 വർഷമായി രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിൽ ഉറപ്പ് നൽകിയ ഒരു നിയമമാണ് കേന്ദ്രം ഭേദഗതി ചെയ്യുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അതിദരിദ്രരായ മനുഷ്യരാണ്. ആ ബില്ല് തൊഴിൽ അവകാശമായിരുന്നത് പുതിയ ബില്ലിലൂടെ അത് അല്ലാതാകുകയാണ്. കൂടാതെ അധികാര വികേന്ദ്രീകരണത്തിന് വിരുദ്ധമാണ് പുതിയ നിയമമെന്നും ബില്ല് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. ബില്ല് അവതരണത്തെ എതിർക്കുന്നുവെന്നും ബില്ല് ചർച്ച കൂടാതെ പാസ്സാക്കരുത് എന്നും പ്രിയങ്ക വ്യക്തമാക്കുകയായിരുന്നു. പ്രതിപക്ഷ നിരയിൽ നിന്നും എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ ബില്ല് അവതരണത്തെ എതിർത്ത് സംസാരിച്ചു. അതിൽ ശ്രദ്ധേയമായ എതിർപ്പ് ഉയർന്നത് ശശി തരൂർ MP-യുടെ ഭാഗത്തു നിന്നാണ്. ഈ ബില്ലിന് അവതരിപ്പിക്കാനുള്ള അധിക പട്ടികയിൽ ഉൾപ്പെടുത്തിയതിന് പിന്നാലെ തന്നെ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതി ജി റാം ജി എന്ന പേര് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദം, അത് അദ്ദേഹം നടത്തിയ സമൂഹ മാധ്യമ പോസ്റ്റ് ഏറെ ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ അതിൽ വ്യക്തത വരുത്തുന്നത് കൂടിയായിരുന്നു ശശി തരൂരിന്റെ ഇടപെടൽ. മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത ഈ രാമരാജ്യം എന്നുള്ളത് ഒരു രാഷ്ട്രീയ പദ്ധതിയല്ല എന്നും ഗ്രാമങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് എന്നുമാണ് ശശി തരൂർ വ്യക്തമാക്കിയത്. ഈ ബില്ല് അവതരണത്തെ താൻ എതിർക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാനമായ എതിർപ്പ് തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്നും TMC-യും NCP അടക്കമുള്ള പാർട്ടികൾ ബില്ല് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ബില്ല് അവതരണത്തെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളും ബില്ല് അവതരണത്തെ ശക്തമായി തന്നെ എതിർത്തു. തുടർന്ന് ഇതിന് മറുപടിയുമായി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തന്നെ രംഗത്തെത്തുകയായിരുന്നു. ഈ ബില്ല് അവതരണത്തിന് ഉള്ള എതിർപ്പിനെ അദ്ദേഹം മറികടക്കാൻ ശ്രമിച്ചത് തൊഴിൽ ദിനങ്ങൾ 125 വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഈ മഹാത്മാഗാന്ധിയുടെ
രാമരാജ്യം ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള നീക്കമാണ് ഈ ജി ബില്ലിന് പിന്നിൽ എന്നുമാണ് അദ്ദേഹം ന്യായീകരിച്ചത്. തുടർന്നെന്നാൽ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തിറങ്ങുകയും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി സ്പീക്കറുടെ ഡയസ് വളയുകയുമായിരുന്നു. തുടർന്ന് ബില്ല് സഭയുടെ മേശപ്പുറത്ത് വെച്ച ശേഷം സഭ പിരിയാൻ സ്പീക്കർ തീരുമാനമെടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം അതേസമയം സഭയ്ക്ക് പുറത്തും ഈ പ്രതിഷേധം തുടർന്നു. സഭാ കവാടത്തിലും മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. ഗാന്ധിജി മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.